തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശിക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു. മെയ് മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശിക അടക്കമുള്ള 3200 രൂപയുടെ വിതരണം പൂർത്തിയായ സാഹചര്യത്തിലാണ് ജൂൺ മാസത്തിൽ അറിയിപ്പെത്തിയിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന 7.5 ലക്ഷത്തോളം വരുന്ന NSP പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്ത 3200 രൂപ എത്തിച്ചേർന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ 1200 രൂപയും എത്തിച്ചേരും. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണ നടപടിക്രമങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്ന് കൂടിയുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയതിൻ്റെ സാഹചര്യത്തിലാണ് ചില തദ്ദേശ സ്ഥാപനങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. ജൂൺ മാസത്തെ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുമ്പ് നൽകുമെന്നാണ് സർക്കാരിൻ്റെ നീക്കം. എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് നിലമ്പൂരിൽ 19-ന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ സാഹചര്യത്തിൽ അതിനു മുമ്പ് അക്കൗണ്ടുകളിൽ പണം എത്തിക്കാനാണ് സർക്കാർ ശ്രമം. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അതത് മാസത്തെ പെൻഷൻ സർക്കാർ മുടങ്ങാതെ നൽകി വരുന്നുണ്ട്. എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ്. പക്ഷേ ഈ മാസം 3-ാം ആഴ്ച തന്നെ 1600 രൂപ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തിക്കുമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക.